ഒരു മുംബൈയിലാണെങ്കിൽ വേലക്കാരുടെ മേൽ നിയന്ത്രണമേർപ്പെടുത്തുകയാണ് അലീന എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് അലീന നോക്കി നിൽക്കുമ്പോഴാണല്ലോ തൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നും ബംഗ്ലാവിൽ നിന്നും സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്. അത് നമ്മുടെ അലീന കയ്യോടെ പിടികൂടുകയുമുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. തുടർന്ന് അലീനയാണെങ്കിൽ ആ എടുത്തുകൊണ്ട് പോയ ആ വീട്ടുജോലിക്കാരിയോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത്? നിങ്ങൾ വെറും സഞ്ചിയുമായിട്ടല്ലേ വന്നത്? പോകുമ്പോൾ കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ, എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു, തിരക്കുന്നു. ഇതേ സമയം ആ ജോലിക്കാരിയാണെങ്കിൽ അലീനയോട് പറയാണ്, കുഞ്ഞെ ഇത് ഇവിടെ വേണ്ടാത്ത സാധനങ്ങളാണെന്നേ എന്ന് പറയുമ്പോൾ, എങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് അലീന പറയുകയാണ്. ആ സമയം ആ ചേച്ചി ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. തുടർന്ന് ആ ചേച്ചി പുതിയൊരു കള്ളം മെനയുകയാണ് എന്ന് കാണാൻ സാധിക്കും. എന്നിരുന്നാലും അലീന സാധന സാമഗ്രികളെല്ലാം എടുത്ത് നോക്കുന്നുണ്ട് എന്നും കാണാൻ കഴിയും. ഇതാണോ ചേച്ചി വേണ്ട എന്ന് പറഞ്ഞ സാധനങ്ങൾ എന്ന് ചോദിക്കുന്നു. ഇത് അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും മറ്റു സാധനങ്ങളൊക്കെ ആണല്ലോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഇവിടുത്തെ കാര്യസ്ഥൻ ഇതൊക്കെ തരാറുണ്ട് കുഞ്ഞെ, അതാണ് ഞാനത് എടുത്തത്, എനിക്കിത് പതിവായിട്ടും തരാറുണ്ട് എന്ന് പറയുമ്പോൾ, അലീനയാണെങ്കിൽ തൻ്റെ അച്ഛൻ്റെ സാധനങ്ങളും അച്ഛൻ്റെ പൈസയും അച്ഛനറിയാതെ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നത് അലീനയ്ക്ക് അത്ര പിടിക്കുന്നില്ല, ദഹിക്കുന്നില്ല എന്ന് കാണാം. കാരണം അലീന നേരായ മാർഗത്തിൽ താൻ സമ്പാദിച്ച പൈസയാണ് ഇതുവരെയും കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ബാലചന്ദ്രനെ അറിയാതെ ഒരു സാധനവും കൊടുത്തിട്ടില്ല. ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങി എന്ത് ചെയ്തിട്ടില്ല, ബാലചന്ദ്രനെ അറിയാതെ എടുത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവമായതുകൊണ്ട് തന്നെ നേരെ അലീന ചേച്ചിക്ക് ആ സാധനങ്ങൾ വെച്ച് കൊടുത്തതിന് ശേഷം കാര്യസ്ഥൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കാര്യസ്ഥനോട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഈ നടക്കുന്നത്? ആ വീട്ടിൽ വന്ന ചേച്ചി പാത്രം കഴുകുകയും മിറ്റമടിക്കുകയും ചെയ്യുന്നതിന് പുറമെ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയല്ലോ എന്ന് പറയുമ്പോൾ, മിച്ചം വന്ന സാധനങ്ങളല്ലേ, അത് ആവശ്യമില്ലാത്തതാണെന്നേ, അത് കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ, അരിയും വെളിച്ചെണ്ണയൊക്കെ എങ്ങനെയാണ് ആവശ്യമില്ലാത്ത സാധനങ്ങളാകുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം കാര്യസ്ഥൻ ഉരുണ്ട് കളിച്ചിട്ട് പറയുകയാണ്, അത് അയ്യോ പാവങ്ങളാണെന്നേ, അതുകൊണ്ടാണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയം അലീന പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ഈ ചെയ്യുന്നത് കേണൽ സാറിന് അറിയാമോ എന്ന് ചോദിക്കുന്നു. അതറിയില്ല കുഞ്ഞേ, ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. എങ്കിൽ ഇത് അച്ഛൻ അറിഞ്ഞിരിക്കണം, അച്ഛൻ അറിഞ്ഞിട്ട് അച്ഛൻ്റെ അനുവാദത്തോടു കൂടി ഇത് ചെയ്യുമ്പോഴാണ് ശരിയാവുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അലീന അവരുടെ മുഖത്തു നോക്കി പറയുമ്പോൾ അവർക്കത് ബോധ്യമാകുന്നുണ്ട്. തുടർന്ന് വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കണമെന്നും അതിൽ ഒരു ചിട്ട വരുത്തണമെന്നും അലീന അവരോട് പറയുമ്പോൾ, അവരാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനായ നമ്മുടെ സാബിനോട് ചോദിക്കാൻ പറയുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീന, ഞാനത് ചോദിച്ച് നിങ്ങൾക്ക് ഉത്തരവ് വാങ്ങി നൽകിയിരിക്കുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഒടുവിലതാ നമ്മുടെ സ്റ്റാലിൻ്റെ മുറിയിലേക്ക് അലീന ചെല്ലുകയാണ്. പപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. പപ്പയ്ക്ക് ചുറ്റും ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ താൻ കണ്ട കാര്യം സ്റ്റാലിനോട് പറയുന്നുണ്ട്. ഇതേ സമയം, എന്താ മോളെ ഇതിനൊരു പോംവഴി എന്ന് പറയുന്നു. പക്ഷേ പൈസ പോയിട്ടല്ല, കള്ളത്തരം കാണിച്ച് കൊണ്ടുപോകുന്നതാണ് ഈ പപ്പയെ വേദനിപ്പിക്കുന്നത്, അതാണ് കള്ളത്തരം കാണിക്കുന്നതാണ് എനിക്കിഷ്ടമല്ലാത്തത് എന്ന് പറയുമ്പോൾ, അതുതന്നെയാണ് എനിക്കും ഇഷ്ടമല്ലാത്തത്. കൊടുത്തതല്ല എൻ്റെ പ്രശ്നം, പപ്പ അറിയുന്നില്ല എന്നതാണ് എൻ്റെ പ്രശ്നം. ആ ചേച്ചിക്ക് നമ്മൾ എടുത്തു കൊടുക്കുന്നതും ആ ചേച്ചി സ്വമേധയായി എടുത്തുകൊണ്ട് പോകുന്നതും വ്യത്യാസമുണ്ട് എന്ന് അലീന പറയുന്നു. കൂടാതെ എൻ്റെ മനസ്സിലൊരു ആശയമുണ്ടെന്നും ആ ആശയപ്രകാരമാണെങ്കിൽ എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് പാചകമൊക്കെ ചെയ്താൽ ആ ചേച്ചി ഇവിടെ വന്ന് തൂത്ത് തുടയ്ക്കുമ്പോഴൊക്കെ ഒരു കണ്ണ് എല്ലാത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. അച്ഛന് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കണ്ട,
അതൊക്കെ അച്ഛൻ്റെ ഇഷ്ടം, പക്ഷേ നമ്മൾ ആരോടും ചോദിക്കാതെ എടുത്തുകൊണ്ട് പോകുന്നത് അത് ശരിയല്ല എന്ന് അലീന പറഞ്ഞു വയ്ക്കുന്നു. ഒടുവിൽ അലീനയുടെ ആശയം തന്നെയാണ് ശരി എന്ന് പറയുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ആ ആവശ്യത്തിന് സ്റ്റാൻലി പച്ചക്കൊടി കാണിക്കുകയാണ്. അങ്ങനെ അതിരാവിലെ തന്നെ എഴുന്നേൽക്കണമെന്നുള്ള കാര്യം തൻ്റെ ജോലിക്കാരോട് സ്റ്റാലിൻ പറയാണ്. അലീനയുടെ നിർദ്ദേശം കേൾക്കണമെന്നും പറഞ്ഞു വെക്കുകയാണ്. ഇതേ സമയം ഡ്രൈവർക്ക് അത് പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടിച്ചായനെ വിളിക്കാനായിട്ട് പറയുകയാണ്. കുട്ടിച്ചായനെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒക്കെ നാടകമൊക്കെ പൊളിച്ചോളുന്നേ എന്ന് പറയുമ്പോൾ സ്റ്റാലിൻ്റെ അപ്പനെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അപ്പൻ വരാനായിട്ട് ഒരുങ്ങുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പിറ്റേ ദിവസം ആ ചേച്ചി ഇത് തന്നെ ആവർത്തിക്കാൻ തുടങ്ങുന്ന ആ സമയം സ്റ്റാൻലി ആ ചേച്ചിയെ പിടികൂടുന്നുണ്ട്. നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതിൽ യാതൊരു തെറ്റുമില്ല, പക്ഷേ പറഞ്ഞിട്ട് വേണം കൊണ്ടുപോവാൻ എന്ന് മാത്രം എന്ന് സ്റ്റാൻലി പറയുകയാണ്. ഇതേ സമയം സോറി സാറേ, കാര്യസ്ഥൻ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ കാര്യസ്ഥനെയും വിളിച്ച് നമ്മുടെ സ്റ്റാൻലി താക്കീത് ചെയ്യുന്നുണ്ടെന്ന് കാണാം. കൊണ്ടുപോകുന്നതല്ല പ്രശ്നം, കള്ളത്തരം കാണിക്കുന്നതാണെന്ന് സ്റ്റാലിൻ എടുത്ത് ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, പക്ഷേ ചോദിച്ചിട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് കൂടി അലീന കൂടി ചേർന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലാവുകയാണ് നമ്മുടെ കാര്യസ്ഥനും. അതുകൊണ്ട് തന്നെ കാര്യസ്ഥനും ഇനി ചോദിച്ചിട്ടേ എടുക്കാവൂ എന്ന് പറഞ്ഞു വെക്കുകയാണ്. തുടർന്ന് ബാലചന്ദ്രൻ നമ്മുടെ വൈജയന്തി യുദ്ധം, മക്കളും വൈജയന്തി യുദ്ധവും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വൈജയന്തി വലിയ രീതിയിൽ ബാലചന്ദ്രനെ വലിയ ആളായിട്ട് ചോദ്യമൊക്കെ ചെയ്ത് ഭീഷണിപ്പെടുത്തി മിരട്ടി തൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയെടുക്കാം, താൻ വിചാരിച്ചതൊക്കെ നടക്കുമെന്നൊക്കെ വിചാരിച്ചാണ് വലിയ ആൾ കളിക്കാനായിട്ട് ഒരുങ്ങുന്നതെങ്കിൽ ഇവിടെ വൈജയന്തിക്ക് അടിപതറുകയാണ്. മക്കളുടെ മുൻപിൽ തന്നെ വൈജയന്തി അടിപതറി വീഴാനായിട്ട് പോവുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ബബിതയും കൃഷ്ണമോളും രോഹിതും ചേർന്ന് വൈജയന്തിയെ ഒറ്റപ്പെടുത്തുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ആരുടെ കൂടെയൊക്കെ പോകുന്നുണ്ടെന്ന് ആർക്കറിയാം എന്ന് ചോദിക്കുന്ന ആ സമയം വൈജയന്തി ആകെ നിസ്സഹായിയായി നിന്നു പോവുകയാണ്. നിൻ്റെ പൂർവ്വകാല ചരിത്രമൊക്കെ ഒന്ന് ചികഞ്ഞു നോക്കിയാൽ എല്ലാം മനസ്സിലാവുമെന്നുകൂടി നമ്മുടെ ബാലചന്ദ്രൻ ചേർക്കുമ്പോൾ വൈജയന്തി ആകെ നിക്കാക്കള്ളിയില്ലാതെ പെട്ടുപോകുന്നൊരവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയം ബാലചന്ദ്രനും മക്കളും പോയി ചായയും ഭക്ഷണവും കഴിക്കുമ്പോൾ വൈജയന്തി ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ കഴിയാതെ എന്നും കാണാൻ സാധിക്കും കൂട്ടുകാരെ, പ്രേക്ഷകരെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.